മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവും പൂഞ്ഞാർ മുൻ എം.എൽ.എയുമായ പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. വൈകുന്നേരം 6 മണിവരെ പി.സി. ജോർജിനെ ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, നാടകീയ നീക്കങ്ങളായിരുന്നു പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സ്റ്റേഷനിൽ ഹാജരാകും എന്ന് പറഞ്ഞിരുന്ന പി.സി. നേരെ കോടതിയിലേക്ക് എത്തുന്ന കാഴ്ച. പിന്നീട് കോടതി ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് ഈരാറ്റുപേട്ടയിൽ ഉണ്ടായത്. രാവിലെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുമെന്ന് അറിയിച്ചിരുന്ന പി.സി. ജോർജ് പിന്നീട് നിലപാടും മാറ്റി കോടതിയിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. രാവിലെ പോലീസ് പി.സി. ജോർജിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ആരാഞ്ഞതാണ് മാറ്റത്തിന് കാരണമായത്. ഇത് പി.സി. ജോർജ് നേരിട്ട് ഹാജരാകുമെന്ന് അറിയിച്ചിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നാടകീയ നീക്കങ്ങൾ നടത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഈ നിലപാട് മാറ്റം. ഇതേ തുടർന്ന് 11:30 പി.സി. ജോർജ് കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് കീഴടങ്ങിയത്. അതേസമയം പി.സി. ജോർജ് എത്തിയതിന് പിന്നാലെ കസ്റ്റഡി അപേക്ഷ നൽകുന്നതിനോ കേസിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കുന്നതിനോ പോലീസിന് കഴിഞ്ഞില്ല. ഇത് കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനത്തിന് ഇടയാക്കി. പോലീസിന്റെ ഭാഗത്തു നിന്നും എത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കോടതി ആരായുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കോടതി ചേർന്നപ്പോൾ പോലീസ് കേസിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കുകയും ഒപ്പം കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ അപ്പോൾ സമർപ്പിച്ച രേഖകളിൽ അറ്റസ്റ്റേഷൻ നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു. പിന്നീട് പി.സി. ജോർജിനെ വൈദ്യപരിശോധനയ്ക്കായി കസ്റ്റഡിയിൽ വിട്ടു നൽകിയതിന് പിന്നാലെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. ഈ സമയത്താണ് അറ്റസ്റ്റേഷൻ നടത്തിയ രേഖകൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ജോർജിനെ വീണ്ടും കോടതിയിൽ എത്തിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ഈ സമയത്ത് തന്നെയാണ് പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷ ഈരാറ്റുപേട്ട കോടതി തള്ളിയത്. ജോർജിനെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പി.സി. ജോർജിന്റെ കസ്റ്റഡി കാലാവധി പോലീസ് കസ്റ്റഡിയിൽ വൈകുന്നേരം 6 മണി വരെയാണ് വിട്ടിരിക്കുന്നത്. ഇതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം അവിടുന്ന് വീണ്ടും ഇപ്പോൾ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ജയിലിലേക്ക് അയക്കുവാനാണ് സാധ്യത. ഏതായാലും വളരെ നാടകീയമായ ഒരു ദിവസത്തിന്റെ പര്യവസാനത്തിൽ നാടകീയ നീക്കങ്ങൾ എല്ലാം ഫലപ്രാപ്തിയിലെത്താതെ പി.സി. ജോർജിന് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഈ കേസിൽ നടത്തിയിരിക്കുന്നതെന്ന് കേസിലെ പരാതിക്കാരായ യൂത്ത് ലീഗ് ആരോപിച്ചു. പി.സി. ജോർജ് കോടതിയിൽ ഹാജരായപ്പോൾ വേണ്ട രേഖകൾ ഹാജരാക്കാൻ കസ്റ്റഡി അപേക്ഷയോ അല്ലെങ്കിൽ കേസിലെ തൽസ്ഥിതി റിപ്പോർട്ടോ ഒന്നും നൽകുവാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇത് പോലീസ് പി.സി. ജോർജിന് വേണ്ടി ഒത്താശ ചെയ്യുകയാണ് എന്നാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം രേഖകൾ സമർപ്പിച്ചപ്പോഴും പിഴവുകൾ വരുത്തി. ഇതൊക്കെ ഗുരുതര വീഴ്ചയാണ്. പോലീസ് ഒത്തുകളിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ പി.സി. ജോർജിന്റെ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നതിന് കാരണമെന്നും യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും വൈകുന്നേരം 6 മണിക്ക് മുമ്പ് പി.സി. ജോർജിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. തുടർന്ന് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.